الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد. പ്രിയമുള്ള സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുന്ന ദർസിലാണ് നമ്മളുള്ളത്. 100 വരികളിലായിക്കൊണ്ട് മനോഹരമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം വിവരിക്കുന്ന അൽ ഉർജൂസത്തുൽ മീഇയ്യ എന്ന കവിതയാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. 78 വരികൾ നമ്മൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഇനി നമുക്കെടുക്കാനുള്ളത് രാജാക്കന്മാരിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അയച്ച കത്തുകളെ കുറിച്ചും അതിനുശേഷം നടന്ന സംഭവങ്ങളുമാണ്. بسم الله الرحمن الرحيم. وبعد عمرة القضاء الشهيرة والرسل في المحرم أرسلهم إلى الملوك فاعلمي وأهديت مارية القبطية له وفي 8 السرية. കഴിഞ്ഞ ക്ലാസ്സിൽ ഹിജറ 7 സംഭവിച്ച കാര്യങ്ങളായിരുന്നു നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത്. ഒന്നാമത് പറഞ്ഞത് ഖൈബർ യുദ്ധമാണ്. ഖൈബർ യുദ്ധവും അതിനെ തുടർന്ന് ഉണ്ടായ സംഭവങ്ങളും. ഖൈബർ യുദ്ധത്തിൽ നാട്ടുകഴുതയുടെ മാംസവും അതേപോലെ മുത്താ വിവാഹവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിലക്കി. പിന്നീട് ഉമ്മു ഹബീബയുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറച്ചിയിൽ വിഷം കലർത്തിക്കൊണ്ട് ഹദിയായി നൽകിയ യഹൂദ സ്ത്രീയുടെ കഥയും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. പിന്നീട് സഫിയയുമായുള്ള വിവാഹം, പിന്നീട് ഹബശയിലേക്ക് പോയ ആളുകൾ അവർ മദീനയിലേക്ക് തിരികെ വന്നു. പിന്നീട് മൈമൂനയുമായുള്ള വിവാഹം, പിന്നീട് പറഞ്ഞത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചുമാണ്. ഇന്ന് ഉംറത്തുൽ ഖളാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുശ്രിക്കീൻ ഖുറൈശികളുമായി കരാറിലായി പിറ്റേ വർഷം ഉംറ ചെയ്യും എന്ന കരാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ അടിസ്ഥാനത്തിൽ ഉംറക്ക് വന്നു. അതിന്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുൽഖഅദയിലാണ് ഉംറക്ക് വേണ്ടി പുറപ്പെടുന്നത്. ഹിജറ 7 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2ാമത്തെ ഉംറയാണ്. അങ്ങനെ അവർ അവരുടെ വാളുമായി മദീനയിൽ നിന്ന് പുറപ്പെട്ടു. അങ്ങനെ കുറച്ചു മുമ്പ് ഹറമിന് മുമ്പായി ആ വാളുകളെല്ലാം മൂരിവെച്ച് അവർ മക്കയിലേക്ക് പ്രവേശിച്ചു, ഉംറ ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുശ്രിക്കീങ്ങൾ കാണുന്നതിനു വേണ്ടി ചില ഭാഗങ്ങളിൽ വേഗത്തിൽ നടക്കാനും, അതേപോലെ മുശ്രിക്കീങ്ങൾ വിചാരിച്ചിരുന്നത് യസ്രിബിലെ പനി ബാധിച്ചുകൊണ്ട് മദീനയിലെ പനി ബാധിച്ച് സഹാബികളെല്ലാം വളരെ അവശതയിലാണ് എന്നാണ് മുശ്രിക്കീങ്ങൾ ധരിച്ചിരുന്നത്. എന്നാൽ മുസ്ലിമീങ്ങളോട് ശക്തി കാണിക്കുന്നതിനു വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വലത്തെ കൈയുടെ ഭാഗം അത് പുറത്തേക്ക് ഉംറയുടെ വസ്ത്രം ധരിക്കുമ്പോൾ പുറത്തേക്ക് ധരിക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അങ്ങനെ സ്വഹാബത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഉംറ നിർവഹിച്ചു. അങ്ങനെ 3 ദിവസം കഴിഞ്ഞപ്പോൾ കരാറിൽ ഉള്ളതുപോലെ അലി ഇബ്നു അബി താലിബിന്റെ അടുക്കലേക്ക് ഖുറൈശികൾ വന്നു പറഞ്ഞു, നിങ്ങളുടെ സമയം അവസാനിച്ചിട്ടുണ്ട്, ഇനി നിങ്ങൾ മക്ക വിട്ട് പുറത്തേക്ക് പോകണം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് തിരിച്ചു മടങ്ങുകയാണ് മദീനയിലേക്ക്. ആ വരുന്ന വഴിക്ക് ശരീഫ് എന്ന പ്രദേശത്ത് വെച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും മൈമൂനയും തമ്മിൽ വൈവാഹിക ജീവിതം ആരംഭിക്കുന്നത്. മൈമൂന റളിയല്ലാഹു അൻഹ അവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഹ്റാമിലായിരിക്കെയല്ല വിവാഹം ചെയ്തിട്ടുള്ളത്, മറിച്ച് ഉംറ അത് തഹല്ലുലായതിനു ശേഷമാണ്, ഇഹ്റാമിൽ നിന്ന് ഒഴിവായതിനു ശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിവാഹം ചെയ്തിട്ടുള്ളത്. അങ്ങനെ തിരിച്ചു മടങ്ങുന്ന സമയത്ത് ഒരു മനോഹരമായ മറ്റൊരു സംഭവം നമുക്ക് കാണാവുന്നതാണ്. ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സഹീഹിൽ ഉദ്ധരിച്ച സംഭവമാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ഉംറ കഴിഞ്ഞ് തിരിച്ച് മടങ്ങുകയാണ്. ആ സന്ദർഭത്തിൽ ഹംസ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ മകൾ
ഉറക്കെ വിളിച്ചുകൊണ്ട് അവരുടെ പിന്നാലെ വന്നു, യാ അം. അങ്ങനെ അലി ഇബ്നു അബി ത്വാലിബ് അവരുടെ കൈപിടിക്കുകയും ഫാത്തിമ റളിയല്ലാഹു അൻഹ അവരെ ഏൽപ്പിക്കുകയും ചെയ്തു. അലി ഇബ്നു അബി ത്വാലിബിന്റെ പിതൃ സഹോദരന്റെ മകളാണ്. അങ്ങനെ അവിടെ ഒരു പ്രശ്നം ഉണ്ടാവുകയാണ്. എന്താണ് പ്രശ്നം? അലിയും സെയ്ദ് റളിയല്ലാഹു അൻഹും അതേപോലെ ജഅഫർ ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹും ഇവരെല്ലാം ചെറിയൊരു തർക്കമുണ്ടാകുന്നു. എന്താണ് വിഷയം? ഈ മൂന്നാളുകളും പറയുന്നത്, ഞാനാണ് ഈ കുട്ടിയെ വളർത്താൻ ഏറ്റവും അർഹൻ. ഒരു പെൺകുട്ടിയെ വളർത്തുന്നതിന് വേണ്ടിയുള്ള തർക്കമാണ്. ആരാണ് വളർത്താൻ കൂടുതൽ അർഹൻ എന്ന വിഷയമാണ് ചർച്ച. അങ്ങനെ അലി ഇബ്നു അബി ത്വാലിബ് അദ്ദേഹം പറഞ്ഞു, ഞാനാണ് അവളെ എടുത്തിട്ടുള്ളത്. വഹിയ ഇബ്നതു അമ്മി, എന്റെ പിതൃ സഹോദരന്റെ മകളാണ്. ജഅഫർ ആകട്ടെ, ജഅഫർ ഇബ്നു അബി ത്വാലിബ് അദ്ദേഹം പറഞ്ഞു, ഇബ്നതു അമ്മി, എന്റെ പിതൃ സഹോദരന്റെ മകളുമാണ്. വഖാലതുഹാ തഹ്തി, ഈ കുട്ടിയുടെ ഉമ്മയുടെ സഹോദരി എന്റെ ഭാര്യയുമാണ്. ഉമ്മയുടെ സഹോദരി എന്റെ ഭാര്യ കൂടിയാണ് എന്ന് ജഅഫർ ഇബ്നു അബി ത്വാലിബ് പറഞ്ഞു. സെയ്ദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, ഇബ്നതു അഖി, എന്റെ സഹോദരന്റെ മകളാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കിടയിൽ വിധി തീർത്തു, വിധി പറഞ്ഞു. വഖാല അൽ ഖാലതു ബിമൻസിലത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഖാല, ഉമ്മയുടെ സഹോദരി ഉമ്മയുടെ സ്ഥാനത്ത് തന്നെയാണ്. അങ്ങനെ ജഅഫർ ഇബ്നു അബി ത്വാലിബിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടിയെ നോക്കാനുള്ള ചുമതല ഏൽപ്പിച്ചു. എന്നിട്ട് അലി ഇബ്നു അബി ത്വാലിബിനോട് പറഞ്ഞു, അൻത മിന്നി വഅന മിൻക, അവർക്കൊരു പ്രയാസം വേണ്ട എന്ന നിലക്ക് അലി ഇബ്നു അബി ത്വാലിബിനോട് പറഞ്ഞു, നീ എന്നിൽ നിന്നാണ്, ഞാൻ നിന്നിൽപ്പെട്ടവനാണ്. ജഅഫർ ഇബ്നു അബി ത്വാലിബിനോട് പറഞ്ഞു, അശ്ബഹ്ത ഖൽഖി വഖുലുഖി, താങ്കൾ എന്റെ സ്വഭാവവും അതേപോലെ എന്റെ രൂപവും സാദൃശ്യമുള്ളവനാണ്. സെയ്ദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറഞ്ഞു, അൻത ഖൂന വ മൗലാന, താങ്കൾ ഞങ്ങളുടെ സഹോദരനാണ്, മൗലയാണ് എന്ന് സെയ്ദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞ സംഭവം നമുക്ക് സഹീഹായ സനദോടെ കാണാവുന്നതാണ്. ഇനി അടുത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന എല്ലാ രാജാക്കന്മാരിലേക്കും കത്തുകൾ അയക്കുന്നതാണ്, ഇസ്ലാമിനെ പരിചയപ്പെടുത്തിക്കൊണ്ട്. നമുക്കറിയാവുന്നതുപോലെ ഇസ്ലാം ഏതെങ്കിലും ഒരു നാട്ടിലേക്ക് മാത്രമുള്ള മതമല്ല, മറിച്ച് ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള മതമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് ലോകത്തിലെ എല്ലാ മനുഷ്യർക്കും വേണ്ടിയാണ്. എല്ലാവരിലേക്കുമുള്ള പ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തആല പറഞ്ഞില്ലേ, വമാ അർസൽനാക ഇല്ലാ കാഫത്തൻ ലിന്നാസ്, എല്ലാ മനുഷ്യർക്കും വേണ്ടിയിട്ടല്ലാതെ താങ്കളെ ഞാൻ അയച്ചിട്ടില്ല. അതേപോലെ അല്ലാഹു പറഞ്ഞു സൂറത്തുൽ അറാഫ്, ഖുൽ യാ അയ്യുഹന്നാസ് ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീഅ, പ്രവാചകരെ പറയുക, മനുഷ്യരെ, ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീഅ, ഞാൻ അല്ലാഹുവിന്റെ പ്രവാചകനാണ്. ഇലൈക്കും ജമീഅ, നിങ്ങളിലേക്ക് എല്ലാവരിലേക്കുമുള്ള പ്രവാചകനാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓരോ രാജാക്കന്മാരിലേക്കും ഇസ്ലാമിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് കത്തയക്കുകയാണ്. അതാണ് വറുസുല ഫിൽ മുഹറമിൽ മുഹറമി അർസലഹും ഇലൽ മുലൂകി ഫഅലമി എന്ന് ഇബ്നു അബിൽ അസ്സ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞത്. വറുസുല, സഹാബിമാരിൽ നിന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദൂതന്മാരെ നിയോഗിച്ചു. ഫിൽ മുഹറമിൽ മുഹറമി, യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ടിട്ടുള്ള മുഹറം മാസത്തിലാണത്. അർസലഹും, അവരെ നിയോഗിച്ചു. ഇലൽ മുലൂകി, ഓരോ രാജാക്കന്മാരിലേക്ക്. ഫഅലമി, നീ അത് മനസ്സിലാക്കുക. ഇതെപ്പോഴാണ്? ഹുദൈബിയ സന്ധിയിലാണ്. മുശ്രിക്കീങ്ങളുമായി യുദ്ധമില്ല എന്ന കരാറിലാണ്. ബാക്കിയുള്ള ഒരുപാട് പ്രദേശങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി കരാറിലാണ്. അങ്ങനെ മദീനക്ക് പുറത്തേക്ക് മറ്റു രാജ്യങ്ങളിലേക്ക് ഇസ്ലാം അറിയിക്കുന്നതിനു വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കത്തുകൾ എഴുതുകയാണ്. ഓരോ സ്വഹാബിമാരെ ഓരോ നാട്ടിലേക്കുമാണ് അയച്ചിട്ടുള്ളത്. അംർ ഇബ്നു ഉമയ്യ അദ്ദംരി, അദ്ദേഹത്തെ നജാഷിയുടെ അടുക്കലേക്ക് അയച്ചു. ദിഹ്യ അൽ കൽബിയ കൈസറിലേക്ക്, റോമക്കാരുടെ രാജാവായ കൈസറിലേക്ക്. അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫ സഹ്മിയ കിസ്രയിലേക്ക്. ഹാത്തിബ് ഇബ്നു അബി ബൽതഅയെ മുഖൗഖിസിലേക്ക്. ഇൻഷാ അല്ലാഹ് ഓരോന്നും ചെറിയൊരു വിശദീകരണത്തോടു കൂടി നമ്മൾ പറയുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കത്തുമായി നജാഷിയുടെ അടുക്കലേക്ക് പോയത് അംർ ഇബ്നു ഉമയ്യ അദ്ദംരിയാണ്. നജാഷി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കത്ത് ലഭിച്ചതിന് ശേഷം അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു.
അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരുപാട് സമ്മാനങ്ങൾ കൊടുത്തയച്ചിട്ടുണ്ട്. അദ്ദേഹം മരണപ്പെട്ട സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് വേണ്ടി മയ്യത്ത് നമസ്കരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നാട്ടിൽ അദ്ദേഹത്തിന് വേണ്ടി മയ്യത്ത് നമസ്കരിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നജാഷിക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിച്ചിട്ടുണ്ട്. നജാഷി എന്നത് രാജാവിന്റെ പേരല്ല, മറിച്ച് അവിടെ വരുന്ന എല്ലാ രാജാക്കന്മാർക്കും നജാഷി എന്നാണ് പറയുക. രാജാവിന്റെ പേര് അസ്ഹമ എന്നതാണ്. അസ്ഹമ. ഈ മയ്യത്ത് നമസ്കാരത്തെ കുറിച്ച് കുറച്ചു കഴിഞ്ഞാൽ ഈ കവിതയിൽ തന്നെ വരുന്നുണ്ട്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയച്ചിട്ടുള്ളത് കിസ്റയിലേക്കാണ്. കിസ്റ, പേർഷ്യ, ആ രാജ്യങ്ങൾ, ഇന്നത്തെ ഇറാൻ, ഇറാഖ്, ആ ഭാഗങ്ങളിലുള്ള രാജ്യങ്ങൾ, അവിടേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കത്തയച്ചു. അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫ അസ്സഹ്മി, അദ്ദേഹത്തിന്റെ കയ്യിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കത്ത് കൊടുത്തയക്കുന്നത്. അദ്ദേഹത്തോട് പറഞ്ഞു, ബഹ്റൈനിലെ രാജാവിന് ഈ കത്തേൽപ്പിക്കുക. അങ്ങനെ ആ രാജാവ് എന്ത് ചെയ്യും? കിസ്റയുടെ അടുക്കലേക്ക് ഈ കത്ത് കൈമാറുന്നതാണ്. അങ്ങനെ ബഹ്റൈനിലെ രാജാവിന് അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫ അസ്സഹ്മി കത്ത് നൽകി. അദ്ദേഹം കിസ്റയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കത്ത് കൈമാറുകയും, അങ്ങനെ ആ കത്ത് തുറന്നു വായിച്ച സന്ദർഭത്തിൽ കിസ്റയിലെ രാജാവ്, കിസ്റ ഫാരിസ്, പേർഷ്യയിലെ രാജാവ്, ആ കത്ത് വലിച്ചു കീറിക്കളയുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതറിഞ്ഞതിനെ തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കിസ്റക്കെതിരെ പ്രാർത്ഥിച്ചു. ഫദഅ അലൈഹിം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാജാവിനെതിരെ പ്രാർത്ഥിച്ചു. അവരുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചത് ആ രാജ്യത്തെ പിച്ചി ചീന്തയണമെന്നാണ്. പിന്നീട് നമ്മൾ ആ ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ കാണുന്നത്, അദ്ദേഹത്തിന്റെ, ആ രാജാവിന്റെ മകൻ തന്നെ ആ രാജാവിനെതിരെ പുറപ്പെടുകയും അങ്ങനെ ആ രാജാവിനെ വകവരുത്തുകയും, പിന്നീട് രാജ്യത്തിന്റെ ഉള്ളിൽ മുഴുവൻ കുഴപ്പമാണ്. ഒരുപാട് പ്രശ്നങ്ങൾ ആ രാജ്യത്ത് പേർഷ്യയിൽ ഉടലെടുക്കുകയാണ്. പിന്നീട് ആ രാജ്യം പെട്ടെന്ന് തന്നെ തകരുന്നതാണ് നമ്മൾ ചരിത്രത്തിൽ കാണുന്നത്. ഇബ്നു സഅദ്, അതേപോലെ തബരി വൈഫായ സനദോടെ ഉദ്ധരിക്കുന്ന ഒരു സംഭവം കാണാം. അങ്ങനെ കിസ്റ എന്ത് ചെയ്തു? ബാദാൻ എന്ന യമനിലുള്ള കിസ്റയുടെ ഒരു ഭരണാധികാരിയെ യമനിലുള്ള ബാദാനിലേക്ക് ഒരു കത്തയക്കുകയാണ്. എന്താണ് അതിലുള്ളത്? രണ്ടാളുകളെ, നല്ല മല്ലരായിട്ടുള്ള രണ്ടാളുകളെ ഹിജാസിലേക്ക്, ഈ നബിയാണ് എന്ന് പറയുന്ന വ്യക്തിയിലേക്ക് അയക്കണം. എന്നിട്ട് എന്താണ് അവിടെയുള്ള കാര്യങ്ങൾ എന്ന വിവരം അന്വേഷിക്കുന്നതിനു വേണ്ടി അങ്ങനെ ബാദാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് രണ്ടാളുകളെ അയക്കുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ചിരിച്ചുകൊണ്ട് സ്വീകരിക്കുകയും അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. അവരാകട്ടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ അവരുടെ ശരീരം വിറച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. അങ്ങനെ അവരോട് പറഞ്ഞു, 2 ദിവസം കഴിഞ്ഞതിന് ശേഷം എന്റെ അടുക്കലേക്ക് വരിക, എന്നിട്ട് എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ അറിയിക്കുന്നതാണ്. അങ്ങനെ 2 ദിവസത്തിന് ശേഷം അവർ വന്നു. അവരോട് പറഞ്ഞു, നിങ്ങളുടെ രാജാവ് കിസ്റ അവനെ വധിക്കുന്നതാണ്, അവൻ മരണപ്പെടുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിച്ചു. അതിനുശേഷം പിന്നീട് അവർ തിരിച്ചുപോയി ഈ വിവരം ബദാൻ എന്ന യമനിലെ ഭരണാധികാരിയെ അറിയിച്ചു. അങ്ങനെ കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും കിസ്റയിലെ രാജാവ് മരണപ്പെട്ട, പേർഷ്യയിലെ രാജാവ് കിസ്റ മരണപ്പെട്ട വിവരമാണ് അവർക്ക് എത്തിയിട്ടുള്ളത്. അങ്ങനെ ബദാനും അദ്ദേഹത്തിന്റെ മക്കളും ഇസ്ലാം സ്വീകരിച്ചു എന്ന് ചില സീറയുടെ കിതാബുകളിൽ നമുക്ക് കാണാവുന്നതാണ്. കിസ്റ എന്ന രാജാവിന്റെ പേര് ഇബ്റുവീസ് എന്നതാണ്. ഇബ്റുവീസ് ഇബ്നു ഹുർമുസ് എന്നതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കത്ത് കീറിയ ആ രാജാവിന്റെ പേര്. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കത്തുമായി അയക്കുന്ന മറ്റൊരു നാട് കൈസറാണ്. സീസർ എന്ന് പറയുന്ന രാജാവിലേക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തതായി കത്തയക്കുന്നത്. ഈ വിഷയം ഇമാം ബുഖാരി, മുസ്ലിം ഉദ്ധരിക്കുന്ന സഹീഹായ ഹദീസുകളിൽ വന്നിട്ടുള്ളതാണ്. ഹിറഖൽ എന്ന രാജാവിലേക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കത്തയക്കുന്നത്.
ദഹ്യ ഇബ്നു ഖലീഫ അൽ കൽബി റളിയല്ലാഹു അൻഹുവിനെയാണ് ഈ കത്തുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയക്കുന്നത്. അന്നത്തെ ബൈസന്തീനിയ എന്ന് പറയുന്ന ബൈസന്തീൻ എംപയർ, അവിടെ ഉണ്ടായിരുന്ന രാജാവ് ഹിറഖൽ, അദ്ദേഹത്തിലേക്കായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കത്തയക്കുന്നത്. അവർ ക്രിസ്ത്യാനികളാണ്. ഷ്യാം, അതേപോലെ മിസ്ർ, ആഫ്രിക്കയുടെ ചില ഭാഗങ്ങൾ അങ്ങനെ കൂടിയിട്ടുള്ളതാണ് അന്നത്തെ കൈസർ അല്ലെങ്കിൽ അന്നത്തെ ബൈസന്തീൻ എംപയർ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കത്ത് ലഭിച്ചു. അതിലെന്താണുള്ളത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മിൻ മുഹമ്മദ് അബ്ദുല്ലാഹി വറസൂലിഹി ഇലാ ഹിറഖൽ അദീമിർ റൂം. റോമക്കാരുടെ ചക്രവർത്തിയായ ഹിറഖലിലേക്ക് മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാഹി മുഹമ്മദ് എന്ന അള്ളാഹുവിന്റെ അടിമയും റസൂലുമായ പ്രവാചകനിൽ നിന്നുള്ള കത്താണ്. ബിസ്മി കൊണ്ടാണ് ആരംഭിച്ചിട്ടുള്ളത്. സലാമുൻ അലാ മൻ ഇത്തബഅൽ ഹുദ, സന്മാർഗം പിൻപറ്റിയ ആളുകൾക്ക് സമാധാനം ഉണ്ടാകട്ടെ. അമ്മാ ബഅദു ഫഇന്നി അദ്ഉക ബിദിആയത്തിൽ ഇസ്ലാം, താങ്കളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയാണ്. അസ്ലിം, നീ മുസ്ലിം ആവുക. തസ്ലം, നിനക്ക് രക്ഷപ്പെടാവുന്നതാണ്. അസ്ലിം യുഅ്തികല്ലാഹു അജ്റക മർറതൈൻ, നീ മുസ്ലിമായാൽ നിനക്ക് 2 പ്രതിഫലം ലഭിക്കുന്നതാണ്. കാരണം ഈസാ നബി അലൈഹിസ്സലാമിൽ വിശ്വസിച്ചു എന്നതിന്റെ പ്രതിഫലവും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ചു എന്നതിന്റെ പ്രതിഫലവും. ഫഇൻ തവല്ലൈത, എന്നാൽ നീ തിരിഞ്ഞു കളയുകയാണെങ്കിൽ ഫഅലൈക ഇസ്മുൽ അരീസിയീൻ, അരീസിയീങ്ങളായിട്ടുള്ള കർഷകരായിട്ടുള്ള അദ്ദേഹത്തിന്റെ പിൻഗാമികളായിട്ടുള്ള ആളുകളുടെ എല്ലാം തിന്മയും നിനക്ക് ലഭിക്കുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കത്തിലെഴുതി. എന്നിട്ട് ഒരു ആയത്ത്, ഖുൽ യാ അഹ്ലൽ കിതാബ്, നബിയെ പറയുക, യാ അഹ്ലൽ കിതാബ്, വേദം നൽകപ്പെട്ട ആളുകളെ, തആലൗ, നിങ്ങൾ വരിക, ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വബൈനകും, നമുക്ക് 2 പേർക്കും തീർപ്പ് കൽപ്പിക്കാവുന്ന, പ്രശ്നം പരിഹരിക്കാവുന്ന ഒരു വാചകത്തിലേക്ക്, ഒരു വാക്കിലേക്ക്. എന്താണത്? അല്ലാ നഅ്ബുദ ഇല്ലല്ലാഹ്, അല്ലാഹുവിനെ അല്ലാതെ ആരാധിക്കാൻ പാടില്ല. വലാ നുശ്രിക ബിഹി ഷൈഅ, അവനിൽ യാതൊന്നിനെയും പങ്കുചേർക്കാൻ പാടില്ല. വലാ യത്തഖിദ ബഅദുനാ ബഅദ, നമ്മൾ അർബാബൻ മിൻ ദൂനില്ല, അല്ലാഹുവിന് പുറമെ മറ്റ് റബ്ബുകളെ നമ്മൾ സ്വീകരിക്കാൻ പാടില്ല എന്ന കലിമത്തിലേക്ക് നമ്മൾക്ക് ഒരുമിച്ച് മുന്നേറാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് അതിൽ എഴുതുകയും ചെയ്തു. അങ്ങനെ ഈ സംഭവം ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സഹീഹിൽ രേഖപ്പെടുത്തുന്നതായി കാണാം. അങ്ങനെ കൈസറിലെ അന്നത്തെ രാജാവ് ഹിറഖൽ അബൂ സുഫിയാനെ വിളിക്കുന്നുണ്ട്. അദ്ദേഹം മദീനക്കാരായ ആരെങ്കിലും അല്ലെങ്കിൽ മക്കക്കാരായ മുഹമ്മദ് എന്ന് പറയുന്ന സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനുമായി ബന്ധമുള്ള ആരെങ്കിലും ആ നാട്ടിലുണ്ടോ എന്ന് അന്വേഷിച്ചു. ആ സമയത്താകട്ടെ അബൂ സുഫിയാനും കുറച്ച് ആളുകളും അവിടെയുണ്ട്, കച്ചവട ആവശ്യത്തിനു വേണ്ടി വന്നിട്ടുള്ളതാണ്. അങ്ങനെ അബൂ സുഫിയാനെ സീസറിന്റെ കൊട്ടാരത്തിലേക്ക്, ഹിറഖലിന്റെ കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചു. എന്നിട്ട് അദ്ദേഹത്തോട് മുമ്പിലേക്ക് നിൽക്കാൻ പറഞ്ഞു. ആരാണ് ഈ പ്രവാചകനാണ് എന്ന് പറയുന്ന വ്യക്തിയുടെ ഏറ്റവും അടുത്ത കുടുംബബന്ധമുള്ളത്? അബൂ സുഫിയാൻ പറഞ്ഞു, ഞാനാണ്. അങ്ങനെ അബൂ സുഫിയാനെ കുറച്ച് മുമ്പിൽ നിർത്തി, അബൂ സുഫിയാന്റെ കൂടെയുള്ള ആളുകളെ പിറകിലായി നിർത്തി. എന്നിട്ട് പറഞ്ഞു, ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കും, ആ ചോദ്യത്തിന് ശരിയായ ഉത്തരമാണ് എങ്കിൽ, അല്ലെങ്കിൽ ഈ ചോദ്യങ്ങൾക്ക് തെറ്റായ ഉത്തരമാണ് അബൂ സുഫിയാൻ നൽകുന്നത് എങ്കിൽ പിറകിൽ നിന്ന് നിങ്ങൾ ആംഗ്യം കാണിക്കണം, അല്ലെങ്കിൽ കളവാണ് എന്ന് പറയുന്നത് എന്നോട് പറയണം എന്ന് ഹിറഖൽ പറഞ്ഞു. അതിന്റെ കൂടെ തർജുമാനും അവരുടെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം ചോദിക്കുകയാണ്, കൈഫ നസബുഹു ഫീക്കും, ആ പ്രവാചകന്റെ പരമ്പര എങ്ങനെയാണ്, ആ പ്രവാചകന്റെ കുടുംബം എങ്ങനെയുള്ളതാണ്? ഖുൽതു, അബൂ സുഫിയാൻ പറയുകയാണ്, ഹുവ ഫീനാ ദൂ നസബ്, ഏറ്റവും നല്ല കുടുംബ പാരമ്പര്യമുള്ള വ്യക്തിയാണ്. അദ്ദേഹം ചോദിച്ചു, ഫഹൽ ഖാല ഹാദൽ ഖൗലു മിൻകും അഹദുൻ ഖത്തു ഖബ്ലഹു, ഇതിനു മുമ്പ് ഇതേപോലുള്ള വാക്ക് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അബൂ സുഫിയാൻ പറഞ്ഞു, ഇല്ല. ഹിറഖൽ ചോദിച്ചു, ഹൽ കാന മിൻ ആബാഇഹി മിൻ മലിക്, നിങ്ങളുടെ പിതാക്കന്മാരിൽ ആരെങ്കിലും രാജാക്കന്മാരായിട്ടുണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഇല്ല. അദ്ദേഹം വീണ്ടും ചോദിച്ചു. അബൂ സുഫിയാൻ പറഞ്ഞു, ഇല്ല. ഹിറഖൽ ചോദിക്കുകയാണ്, ഫഅശ്റാഫുൻ നാസി യത്തബിഊനഹു അം ദുഅഫാഉഹും, പ്രമാണിമാരായിട്ടുള്ള അങ്ങനെയുള്ള ആളുകളാണോ ആ പ്രവാചകനെ പിൻപറ്റുന്നത്, അതല്ല ദുർബലരായ പാവപ്പെട്ട ആളുകളാണോ? ഫഖുൽതു ബൽ ദുഅഫാഉഹും, അബൂ സുഫിയാൻ പറഞ്ഞു, ഏറ്റവും ദുർബലരായ ആളുകളാണ് ആ പ്രവാചകനെ പിൻപറ്റുന്നത്.
ഖാല അയസീദൂന അം യൻഖുസൂൻ, അവർ അധികരിച്ചു വരികയാണോ അതല്ല കുറഞ്ഞു വരികയാണോ? ഖുൽതു, അബൂ സുഫിയാൻ പറഞ്ഞു, ബൽ യസീദൂൻ, അവർ അധികരിക്കുകയാണ്. ഫഹൽ യർതദ്ദു അഹദും മിൻഹും സഖ്തതൻ ലിദീനിഹി ബഅദ അൻ യദ്ഖുല ഫീഹി. ഹിറഖൽ ചോദിച്ചു, ആരെങ്കിലും അതിലേക്ക് പ്രവേശിച്ചതിന് ശേഷം ആ ദീനിനോടുള്ള വെറുപ്പ് കാരണം പുറത്തേക്ക് പോയിട്ടുണ്ടോ, ആ ദീനിൽ നിന്ന് പുറത്തായിട്ടുണ്ടോ? ഖുൽതു ലാ, അബൂ സുഫിയാൻ പറഞ്ഞു, ഇല്ല. ഹിറഖൽ ചോദിച്ചു, ഹൽ കുൻതും തത്തഹിമൂനഹു ബിൽ കദിബ് ഖബ്ല അൻ യഖൂല മാ ഖാൽ. ഈ പറയുന്നതിനു മുമ്പ്, പ്രവാചകനാണ് എന്ന് പറയുന്നതിനു മുമ്പ് കളവ് പറയുന്ന വ്യക്തിയായിരുന്നോ? അബൂ സുഫിയാൻ പറഞ്ഞു, അല്ല. ഫഹൽ യഖ്ദിർ, ആ പ്രവാചകൻ വഞ്ചന നടത്തുമോ? അദ്ദേഹം പറഞ്ഞു, ഇല്ല. വനഹ്നു മിൻഹു ഫീ മുദ്ദത്തിൻ ലാ നദ്രി മാ ഹുവ ഫാഇലുൻ ഫീഹാ. അബൂ സുഫിയാൻ പറഞ്ഞതാണ്, ഞങ്ങൾ ഇപ്പോൾ ഒരു കരാറിലാണ്, ഈ കരാറിന്റെ വിഷയത്തിൽ എന്താണ് സംഭവിക്കുക എന്ന് എനിക്കറിയുകയില്ല. എന്നിട്ട് അബൂ സുഫിയാൻ പറയുന്നു, വലം തുംകിന്നി കലിമത്തുൻ ഉദ്ഖില ഫീഹാ ഷൈഅൻ ഗൈറ ഹാദിഹിൽ കലിമ. ഈ ഒരു വാക്കല്ലാതെ എനിക്ക് ഒരു എക്സ്ട്രാ കൂട്ടിച്ചേർക്കാൻ ഒന്നും സാധിച്ചിട്ടില്ല. അബൂ സുഫിയാൻ കാഫിറായിരുന്ന സമയത്താണ് ഈ സംഭവം. പിന്നീടാണ് അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നത്. അദ്ദേഹം പറയുകയാണ്, എനിക്ക് ഈ ഒരു വാക്ക്, ഇപ്പോൾ നമ്മൾ ഒരു കരാറിലാണ്, അത് എന്ത് സംഭവിക്കുമെന്ന് എനിക്ക് അറിയുകയില്ല എന്ന ഈ വാക്കല്ലാതെ വേറൊന്നും ഒരു കൂട്ടിച്ചേർക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല. അദ്ദേഹം പറയുന്നുണ്ട്, തുടക്കത്തിൽ എന്റെ പിന്നിലുള്ള ആളുകൾ എന്നെ കളിയാക്കും എന്ന് പേടിയില്ലായിരുന്നെങ്കിൽ ഞാൻ കളവ് പറയുമായിരുന്നു എന്ന് അബൂ സുഫിയാൻ ഇതിന്റെ തുടക്കത്തിൽ പറയുന്നതായി കാണാം. ഹിറഖൽ വീണ്ടും ചോദിച്ചു, ഫഹൽ ഖാതൽതുമൂഹ്, ആ പ്രവാചകനുമായി നിങ്ങൾ യുദ്ധം ചെയ്തിട്ടുണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഉണ്ട്. ഫകൈഫ കാന ഖിതാലുകും ഇയ്യാഹ്, എങ്ങനെയാണ് നിങ്ങൾ തമ്മിലുള്ള യുദ്ധം? അബൂ സുഫിയാൻ പറഞ്ഞു, അൽ ഹർബു ബൈനനാ വബൈനഹു സിജാൽ യനാലു മിന്നാ വനനാലു മിൻ. ഞങ്ങൾക്കിടയിലുള്ള യുദ്ധം മാറി മാറി വരും, ഞങ്ങൾ ചിലപ്പോൾ ജയിക്കും, ചിലപ്പോൾ അവർ വിജയിക്കും. അദ്ദേഹം വീണ്ടും ചോദിച്ചു, മാദാ യഅ്മുറുക്കും, എന്താണ് ആ പ്രവാചകൻ നിങ്ങളോട് കൽപ്പിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, അഅ്ബുദുല്ലാഹ വഹ്ദഹു വലാ തുശ്രികൂ ബിഹി ശൈഅ വത്റുകൂ മാ യഖൂലു ആബാഉകും വയഅ്മുറുനാ ബിസ്സലാത്തി വസ്സിദ്ഖി വൽഅഫാഫി വസ്സില. അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം, അവനിൽ യാതൊന്നിനെയും പങ്കുചേർക്കാൻ പാടില്ല. പിതാക്കന്മാർ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ പിൻപറ്റി വന്നിട്ടുള്ള കാര്യങ്ങൾ ഒഴിവാക്കണം, നിസ്കാരം നിലനിർത്തണം, സത്യസന്ധത പാലിക്കണം, അതേപോലെ ലൈംഗിക വിശുദ്ധി പാലിക്കണം, അതേപോലെ കുടുംബബന്ധം ചേർക്കണം. ഇത് കേട്ടപ്പോൾ ഹിറഖൽ അദ്ദേഹത്തിന്റെ തർജുമാനോട് പറയുകയാണ്, ഖുല്ലഹു, അവരോട് പറയാൻ പറയുക, സഅൽതുക അൻ നസബി ഫദക്കർത അന്നഹു ഫീകും ദൂ നസബ്. ഞാൻ അദ്ദേഹത്തിന്റെ പരമ്പരയെ കുറിച്ച് ചോദിച്ചു, കുടുംബ പരമ്പരയെ കുറിച്ച്. ഫദക്കർത അന്നഹു ഫീകും ദൂ നസബ്, നിങ്ങളിലെ ഏറ്റവും നല്ല തറവാടുള്ള വ്യക്തിയാണ്. ഫകദാലിക റുസുൽ തുബഅസു ഫീ നസബി ഖൗമിഹാ, ഇങ്ങനെയാണ് പ്രവാചകന്മാരുണ്ടാവുക, അവരിൽ ഏറ്റവും നല്ല നസബിലായിരിക്കും അവർ ജനിക്കുക, ഏറ്റവും നല്ല കുടുംബത്തിലാണ് അവർ ജനിക്കുക. വസഅൽതുക ഹൽ ഖാല അഹദും മിൻകും ഹാദൽ ഖൗൽ فذكرت أن لا فقلت لو كان أحد قال هذا القول قبله لقلت رجل يأتسي بقول قيل قبله. ഞാൻ നിങ്ങളോട് ചോദിച്ചു, ഇതിനു മുമ്പ് ആരെങ്കിലും ഇതേപോലുള്ള വാക്ക് പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ പറഞ്ഞതില്ല എന്നാണ്. അങ്ങനെ ആരെങ്കിലും ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ആ വ്യക്തിയെ പിൻപറ്റിക്കൊണ്ട് പറയുന്നതാണ് എന്ന് നമുക്ക് പറയാമായിരുന്നു. ഞാൻ താങ്കളോട് ചോദിച്ചു, ഹൽ കാന മിൻ ആബാഇഹി മിൻ മലിക്, അവരുടെ ആ പ്രവാചകന്റെ പിതാക്കന്മാരിൽ ആരെങ്കിലും രാജാക്കന്മാരുണ്ടോ എന്ന് ചോദിച്ചു. നിങ്ങൾ പറഞ്ഞു, ഇല്ല. അങ്ങനെയാണ്, ഇനി ആണ് എന്നായിരുന്നെങ്കിൽ ഫലൗ കാന മിൻ ആബാഇഹി മിൻ മലികിൻ ഖുൽതു റജുലുൻ യത്ലുബു മുൽക അബിഹി, തന്റെ പിതാവിന് നഷ്ടപ്പെട്ട അധികാരം തിരിച്ചു പിടിക്കുന്നതിനു വേണ്ടി പറയുന്നതാണ് എന്ന് നമുക്ക് പറയാമായിരുന്നു. വസഅൽതുക ഹൽ കുൻതും തത്തഹിമൂനഹു ബിൽ കദ്ബി ഖബ്ല അൻ യഖൂല മാ ഖാൽ, ഇത് പറയുന്നതിനു മുമ്പ്, കളവ് പറയുന്ന പ്രവാചകനാണ് എന്ന് പറയുന്നതിന് മുമ്പ് കളവ് അദ്ദേഹം പറയുമായിരുന്നോ? അപ്പോൾ നിങ്ങൾ പറഞ്ഞതില്ല എന്നാണ്. ഫഖദ് അഅരിഫു അന്നഹു ലം യകുൻ ലിയദറ അൽ-കദിബ അല അൻ-നാസി വയക്ദിബ അല അല്ലാഹ്, അങ്ങനെയാണ് എങ്കിൽ അതിനുശേഷവും അദ്ദേഹം കളവ് പറയുകയില്ല. വസഅൽതുക, ഞാൻ നിങ്ങളോട് ചോദിച്ചു, ഏറ്റവും ദുർബലരായ ആളുകളാണോ അതല്ല പ്രമാണിമാരാണോ അദ്ദേഹത്തെ പിൻപറ്റുന്നത്? നിങ്ങൾ പറഞ്ഞത് ദുർബലരായ ആളുകളാണ് എന്നാണ്. അങ്ങനെയാണ് ഹും അത്ബാഉർ റസൂൽ, അങ്ങനെയാണ് പ്രവാചകന്മാരുടെ അനുയായികൾ ഉണ്ടാവുക. വസഅൽതുക അയസീദൂന അം യൻഖുസൂൻ, ഞാൻ നിങ്ങളോട് ചോദിച്ചു, അവർ കൂടുകയാണോ കുറയുകയാണോ?
ഫദകർത അന്നഹും യസീദൂൻ, നിങ്ങൾ പറഞ്ഞത് അവർ അധികരിക്കുകയാണ് എന്നാണ്. അങ്ങനെയാണ് ഈമാന്റെ കാര്യം, അത് പൂർത്തിയാകുന്നതുവരെ അധികരിച്ചുകൊണ്ടേയിരിക്കും. വസഅൽതുക അയർതദ അഹദുൻ സഖ്തതൻ ലീദീനി, ആരെങ്കിലും ഈ ദീൻ അതിനോട് വെറുപ്പ് കാരണം അതിൽ നിന്ന് പുറത്തു പോകുന്നുണ്ടോ? ഫദകർതു അല്ല, നിങ്ങൾ പറഞ്ഞത് ഇല്ല എന്നാണ്. വകദാലിക ഈമാൻ, അങ്ങനെയാണ് ഈമാൻ ഉണ്ടാവുക, ഹൃദയത്തിലേക്ക് ഈമാൻ പ്രവേശിച്ചു കഴിഞ്ഞാൽ. വസഅൽതുക ഹൽ യഖ്ദിർ, അദ്ദേഹം ചതിക്കുമോ എന്ന് ഞാൻ നിങ്ങളോട് ചോദിച്ചു, നിങ്ങൾ പറഞ്ഞത് ഇല്ല എന്നാണ്. അതേപോലെയാണ് പ്രവാചകന്മാർ വഞ്ചന നടത്തുകയില്ല. ഞാൻ ചോദിച്ചു എന്താണ് അദ്ദേഹം കൽപ്പിക്കുന്നത്? നിങ്ങൾ പറഞ്ഞത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, അവനിൽ യാതൊന്നും പങ്കുചേർക്കാൻ പാടില്ല, അതേപോലെ വിഗ്രഹങ്ങൾ ഒഴിവാക്കണം, നിസ്കാരം നിലനിർത്തണം, സത്യസന്ധത പുലർത്തണം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഹിറഖൽ അദ്ദേഹം പറയുകയാണ്, താങ്കൾ പറഞ്ഞത് സത്യമാണ് എങ്കിൽ എന്റെ ഈ കാൽപാദം ഇരിക്കുന്ന ഈ ഭൂമിയുണ്ടല്ലോ, അത് അദ്ദേഹം കീഴ്പ്പെടുത്തുന്നതാണ്. അങ്ങനെ ഒരു പ്രവാചകൻ പുറപ്പെടുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. എന്നാൽ അത് നിങ്ങളുടെ കൂട്ടത്തിൽ, അറബികളുടെ കൂട്ടത്തിലായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. ولو أني أعلم أني أخلص إليه لتجشمت لقاءه ولو كنت عنده لغسلت عن قدمه. ഞാൻ എങ്ങാനും അദ്ദേഹത്തിന്റെ അടുത്തായിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ ആ പ്രവാചകന്റെ കാല് കഴുകി ശുദ്ധിയാക്കുമായിരുന്നു, അത് കഴുകുമായിരുന്നു എന്ന് ഹിറഖൽ പറഞ്ഞു. എന്നിട്ട് ഈ കിതാബ് കൊണ്ടുവരികയും പ്രവാചകൻ എഴുതിയ ആ കത്ത് വായിക്കുകയും ചെയ്തു. അങ്ങനെ അബൂ സുഫിയാൻ അവർ അവിടെ നിന്ന് പുറത്താക്കുകയും പിന്നീട് ഉണ്ടാകുന്നത്, അദ്ദേഹത്തിന്റെ സദസ്സിലുള്ള ആളുകളോട് ചോദിച്ചു, എന്താണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം? ഇത് കേട്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആ ഹിറഖലിന്റെ സദസ്സിലുണ്ടായിരുന്ന ആളുകളെല്ലാം ഒച്ചയിടുകയും അട്ടഹസിക്കുകയും ഇദ്ദേഹത്തിനെതിരെ പുറപ്പെടുകയും ചെയ്തു. ആ സന്ദർഭത്തിൽ ഹിറഖൽ പറഞ്ഞു, ഞാൻ നിങ്ങളെ പരീക്ഷിച്ചതാണ്, ലിയൻദുറ കൈഫ സബറുക്കും അലാ ദീനിക്കും, നിങ്ങളുടെ ഈ ദീൻ നസ്രാനിയ, ഈ ക്രിസ്തീയ വിശ്വാസത്തിൽ നിങ്ങൾക്ക് എത്രത്തോളം ഉറപ്പുണ്ട് എന്ന് ഞാൻ നിങ്ങളെ പരീക്ഷിച്ചതാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് ഫർജിഉ, നിങ്ങൾ തിരിച്ചു മടങ്ങിക്കൊള്ളുക എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല, ഹിറഖൽ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. അതിനുള്ള തെളിവാണ് പിന്നീട് മുഅ്ത യുദ്ധത്തിൽ 100,000-ഓളം സൈന്യത്തെ ഹിറഖൽ മുസ്ലിമീങ്ങൾക്കെതിരെ അയക്കുന്നുണ്ട്. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൈസറിലേക്ക് അയച്ച കഥ. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഖൗഖിസിലേക്ക് കത്തുമായി അയച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖൗഖിസിലേക്ക്, മലിക്കു അൽ ഇസ്കന്ദരിയ, അലക്സാൻഡ്രിയ, ഇന്നത്തെ ഈജിപ്തിന്റെ ഭാഗത്തുള്ള അലക്സാൻഡ്രിയ എന്ന സ്ഥലം, ആ സ്ഥലത്തേക്ക് ഹാത്തിബ് ഇബ്നു അബി ബൽതഅയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കത്തുമായി നിയോഗിച്ചിട്ടുണ്ട്. എന്നാൽ അദ്ദേഹവും ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കത്തിനെ ബഹുമാനിക്കുകയും പ്രവാചകന് ചില സമ്മാനങ്ങളുമായി ഹാത്തിബിനെ പറഞ്ഞയക്കുകയും ചെയ്തു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുഖൗഖിസ് നൽകിയ സമ്മാനങ്ങളിൽപ്പെട്ടതാണ് എന്ത്? മാരിയ എന്ന അടിമ സ്ത്രീ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകനായ ഇബ്രാഹിമിന്റെ ഉമ്മയാണ് മാരിയ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുഖൗഖിസ് എന്ന രാജാവ് നൽകിയതാണ്. അതേപോലെ അവരുടെ കൂടെ സീരീൻ എന്ന് പറയുന്ന മറ്റൊരു അടിമ സ്ത്രീയെയും നൽകിയിരുന്നു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹസ്സാൻ ഇബ്നു സാബിത്തിന് നൽകുകയും ചെയ്തു. അദ്ദേഹവും ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. അതേപോലെ മറ്റു ഒരുപാട് നാടുകളിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കത്തുമായി സ്വഹാബത്തിനെ നിയോഗിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട മറ്റൊരു സംഭവമാണ് ബുസ്റയിലെ രാജാവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കത്തെഴുതി. അദ്ദേഹത്തെ ആ കത്തുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിയോഗിച്ചിട്ടുള്ളത് അൽ ഹാരിസ് ഇബ്നു ഉമൈർ അൽ അസ്ദിയാണ്. അങ്ങനെ അദ്ദേഹം പോകുന്ന വഴിക്ക് മുഅ്ത എന്ന പ്രദേശത്തെത്തിയപ്പോൾ ശുറഹ്ബീൽ ഇബ്നു അംർ അൽ ഗസ്സാനി എന്ന് പറയുന്ന ഭരണാധികാരി അദ്ദേഹത്തെ വധിച്ചു കളഞ്ഞു. അതുമായി ബന്ധപ്പെട്ട യുദ്ധമാണ് നമ്മൾ ഇൻഷാ അല്ലാഹ് ഇനി പറയുന്നത്. മുഅ്ത യുദ്ധം ഈ കൊലപാതകവുമായി നടന്നിട്ടുള്ളതാണ്. അത് ഹിജറ 8 നടന്നിട്ടുള്ളത്. ഇനി ആ കവിത ഒന്ന് നോക്കുക.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റു നാടുകളിലേക്ക് കത്തയച്ചു. അതിനുശേഷം പറഞ്ഞത് വഹുദിയത് മാരിയത്തുൽ ഖിബ്തിയ്യ, മാരിയയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹദിയായി നൽകുകയുണ്ടായി. നമ്മൾ പറഞ്ഞു മുഖൗഖിസ് എന്ന ഇസ്കന്ദരിയയിലെ രാജാവാണ് അത് നൽകിയിട്ടുള്ളത്. ഇനി വഫിത്താമിനത്തി സരിയ, ഇനി നമ്മൾ ഹിജറ 8ാമത്തെ വർഷത്തിലേക്കാണ് കിടക്കുന്നത്. ലിമുഅ്തതി, ഹിജറ 7 നടന്ന സംഭവങ്ങൾ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. വഫിത്താമിനത്തി സരിയ, ഹിജറ 8 നടന്ന യുദ്ധമാണ്. ഏതാണ് ആ യുദ്ധം? ലിമുഅ്തതിൻ സാറത് വഫി സിയാമി ഖദ് കാന ഫത്ഹു അൽ ബലദിൽ ഹറാമി. അടുത്തതായി ഹിജറ 8 നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് മുഅ്ത യുദ്ധം. എന്തായിരുന്നു അതിന് കാരണം? അതിനുള്ള കാരണം നമ്മൾ ഇപ്പോൾ പറഞ്ഞ സംഭവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കത്തുമായി അൽ ഹാരിസ് ഇബ്നു ഉമൈർ എന്ന സഹാബിയെ ബുസ്രയിലെ രാജാവിലേക്ക് അയച്ചു. എന്നാൽ മുഅ്ത എന്ന പ്രദേശത്തെത്തിയപ്പോൾ ശുറഹ്ബീൽ ഇബ്നു അംർ അൽ ഗസ്സാനി എന്ന വ്യക്തി ആ പ്രവാചകൻ നിയോഗിച്ച ആ ദൂതനെ വധിച്ചു കളഞ്ഞു. അന്നത്തെ കാലത്തെ സിസ്റ്റമായിരുന്നു, അന്നത്തെ നിയമമാണ്, ഇന്നും അത് ഉള്ളതാണ്. ദൂതന്മാർ അവർ വധിക്കപ്പെടാൻ പാടില്ല. ദൂതന്മാർ വധിക്കപ്പെട്ടാൽ അതിന്റെ അർത്ഥം യുദ്ധമാണ്, യുദ്ധത്തിനുള്ള പ്രഖ്യാപനമാണ് ദൂതന്മാരെ കൊല്ലുക എന്നുള്ളത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിയോഗിച്ച ഈ ദൂതനെ കൊലപ്പെടുത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 3000-ഓളം വരുന്ന സ്വഹാബിമാരെ മുഅ്ത എന്ന പ്രദേശത്തേക്ക് അയക്കുകയാണ്. അതാണ് മുഅ്ത യുദ്ധം. വളരെ വേദനിപ്പിക്കുന്ന ഒരു സംഭവമാണ് സരിയത്തു മുഅ്ത എന്ന് പറയുന്ന യുദ്ധം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സാധാരണയായി ഒരു അമീറിനെയാണ് നിശ്ചയിക്കാറുള്ളത്. സെയ്ദ് ഉണ്ട് എങ്കിൽ സെയ്ദ് ഇബ്നു ഹാരിസ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളർത്തുപുത്രനായി അറിയപ്പെട്ട സെയ്ദ്, അദ്ദേഹം ഉണ്ട് എങ്കിൽ വേറെ ഒരാളെയും അമീറായി നിശ്ചയിക്കാറില്ല. എന്നാൽ ഈ യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 4 അമീർമാരെ നിശ്ചയിച്ചു. സെയ്ദ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഇൻ ഖുതില സെയ്ദുൻ ഫജഅഫർ, സെയ്ദ് എങ്ങാനും മരണപ്പെട്ടാൽ പിന്നീട് പതാക വഹിക്കേണ്ടത് ജഅഫറാണ്. വഇൻ ഖുതില ജഅഫർ, ജഅഫർ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഫഅബ്ദുല്ലാഹ് ഇബ്നു റവാഹ, ജഅഫർ മരണപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് പതാക എടുക്കേണ്ടത് അബ്ദുല്ലാഹ് ഇബ്നു റവാഹയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അമീർമാരെ, ഒന്നിലധികം അമീർമാരെ നിശ്ചയിച്ചു നൽകി. അങ്ങനെ ആ യുദ്ധത്തിന് പുറപ്പെടുന്ന രംഗം നമുക്ക് കാണാവുന്നതാണ്. സിറയുടെ കിതാബുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൈന്യം തയ്യാറാക്കുകയും അങ്ങനെ അവർ യാത്ര ആരംഭിക്കുകയും ചെയ്തു. ആ സന്ദർഭത്തിൽ അബ്ദുല്ലാഹ് ഇബ്നു റവാഹ അദ്ദേഹം കരയുകയാണ്. അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കൾ എന്തിനാണ് കരയുന്നത്? ആ സന്ദർഭത്തിൽ അദ്ദേഹം പറയുകയാണ്, അമ്മാ വല്ലാഹി മാ ബി ഹുബ്ബു ദുനിയ, എനിക്ക് ദുനിയാവിനോടുള്ള സ്നേഹം കൊണ്ടല്ല ഞാൻ കരയുന്നത്. വലാകിന്നി സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖറഉ ആയതൻ മിൻ കിതാബില്ലാഹ്, അല്ലാഹുവിന്റെ കിതാബിൽ നിന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ആയത്ത് പാരായണം ചെയ്യുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഏതാണ് ആയത്ത്? വഇം മിൻകും ഇല്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മൻ മഖ്ദിയ, നിങ്ങളിൽ ഒരാളുമില്ല ആ നരകത്തിന്റെ അടുക്കൽ വരാത്തവരായി. വകാന അലാ റബ്ബിക ഹത്മൻ മഖ്ദിയ, അല്ലാഹു നിശ്ചയിച്ചിട്ടുള്ള അവന്റെ തീരുമാനമാണ്. ഓരോ ആളുകളും ആ നരകത്തിന്റെ അടുക്കലേക്ക് വരുന്നതാണ്. അദ്ദേഹം പറയുന്നു, ഫലസ്തു അദ്രി കൈഫ ലീ ബിസ്സബ്രി ബഅദൽ വുറൂദ്, അദ്ദേഹം പറയുകയാണ്, എന്തായിരിക്കും അവിടെ എത്തിക്കഴിഞ്ഞാൽ എന്റെ അവസ്ഥ എന്ന് ആലോചിച്ചിട്ടാണ് ഞാൻ കരയുന്നത്. അങ്ങനെ മുസ്ലിമീങ്ങൾ അവരെ യാത്രയാക്കി മനോഹരമായ കവിതകളെല്ലാം പാടിക്കൊണ്ട് അവർ യാത്ര പുറപ്പെട്ടു. അങ്ങനെ മആൻ എന്ന പ്രദേശത്തെത്തിയപ്പോൾ, മുഅ്തയോട് അടുത്തുള്ള മആൻ എന്ന പ്രദേശത്തെത്തിയപ്പോൾ അവർ മുസ്ലിമീങ്ങൾക്ക് വിവരം ലഭിച്ചു. ഹിറഖിൽ എന്ന് നമ്മളിപ്പോൾ പറഞ്ഞ റോമയിലെ രാജാവായ ഹിറഖിൽ, അദ്ദേഹം ഈ യുദ്ധത്തിന് ആളുകളെ അയച്ചിട്ടുണ്ട്. 100,000-ഓളം വരുന്ന സൈന്യം അദ്ദേഹം അയച്ചിട്ടുണ്ട്. അതിന്റെ കൂടെ ശുറഹ്ബീൽ ഇബ്നു അംർ അൽ ഗസ്സാനി, അദ്ദേഹത്തിന്റെ 100,000. മുസ്ലിമീങ്ങൾ നേരിടാനിരിക്കുന്നത് 2,00,000 വരുന്ന വലിയ ഒരു സൈന്യത്തെയാണ്. അങ്ങനെ മുസ്ലിമീങ്ങൾ മആൻ എന്ന പ്രദേശത്ത് തമ്പടിക്കുകയും അവർ ചർച്ച ചെയ്യുകയും ചെയ്തു, എന്താണ് ചെയ്യുക? ഇത്രയും വലിയ സൈന്യമാണ്, 2,00,000-ഓളം വരുന്ന സൈന്യം. മുസ്ലിമീങ്ങളാകട്ടെ ആകെ 3000 ആളുകളാണുള്ളത്. അങ്ങനെ അബ്ദുല്ലാഹ് ഇബ്നു റവാഹ അദ്ദേഹം എഴുന്നേറ്റ് നിന്നുകൊണ്ട് അവിടെ ഒരു മനോഹരമായ ഒരു പ്രസംഗം നടത്തി. അദ്ദേഹം പറഞ്ഞു, നമ്മൾ പുറപ്പെട്ടിട്ടുള്ളത് അത് ഈ ദീനിനു വേണ്ടിയാണ്. ഒന്നില്ലെങ്കിൽ അല്ലാഹു തആല ഷഹാദത്ത് നൽകും.
ഷഹീദാകാനുള്ള ഭാഗ്യം നൽകും, അല്ലെങ്കിൽ നമുക്ക് വിജയം നൽകും. ഏത് ലഭിച്ചാലും നമുക്ക് സൗഭാഗ്യമാണ് എന്ന രൂപത്തിൽ അദ്ദേഹം മനോഹരമായ ഒരു ഖുത്ബ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ സ്വഹാബിമാരെല്ലാം അത് ശരിവെക്കുകയും യുദ്ധം ചെയ്യാം എന്ന് തന്നെ തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെ യുദ്ധം ആരംഭിച്ചു. സെയ്ദ് റളിയല്ലാഹു അൻഹു ആണ് ആദ്യം പതാക വഹിക്കുന്നത്. അങ്ങനെ ശക്തമായ പോരാട്ടമാണ് അവിടെ നടന്നിട്ടുള്ളത്. അങ്ങനെ സെയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു അദ്ദേഹം മരണപ്പെടുകയാണ്. അതിനുശേഷം പതാക എടുക്കുന്നത് ജഅഫറാണ്, ജഅഫർ ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹവും വളരെ ശക്തമായി തന്നെ പോരാടിയതായി നമുക്ക് ചരിത്രത്തിൽ കാണാവുന്നതാണ്. ഒരുപാട് അദ്ദേഹവും ഷഹീദായി. എന്നിട്ട് അദ്ദേഹത്തിന്റെ ശരീരം കിട്ടുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ 90 ചില്ലാനും വെട്ടുകളും അതേപോലെ മുറിവുകളും ഉണ്ടായിരുന്നു. 90 ചില്ലാൻ മുറിവുകൾ ഏറ്റുകൊണ്ടാണ് അദ്ദേഹം ആ യുദ്ധത്തിൽ ഷഹീദാകുന്നത്. അങ്ങനെ ജഅഫർ മരണപ്പെട്ടു. അതിനുശേഷം പതാക എടുത്തിട്ടുള്ളത് അബ്ദുല്ലാഹ് ഇബ്നു റവാഹയാണ്. അദ്ദേഹവും ശക്തമായി തന്നെ പോരാടുകയും അദ്ദേഹവും ഷഹീദാവുകയും ചെയ്തു. എന്നിട്ട് അതിനുശേഷം പതാക എടുക്കുന്നത് ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹം ഇതിനു മുമ്പ് ഇസ്ലാം സ്വീകരിച്ചു. അദ്ദേഹം മുശ്രിക്കായിരുന്നു. അതിനുശേഷം കുറച്ചു മുമ്പാണ് അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നത്. അങ്ങനെ അദ്ദേഹവും ഈ യുദ്ധത്തിലുണ്ട്. ഈ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ ഖുത്ബ പറഞ്ഞിരുന്നു. ഈ വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുക്താ യുദ്ധത്തിന് പുറപ്പെട്ടിട്ടില്ല. പ്രവാചകൻ മദീനയിൽ ഈ സന്ദർഭത്തിൽ പറയുകയാണ്, അഖദ റായത സയ്യിദുൻ ഫൗസീബ്, സയ്യിദ് പതാക എടുത്തു, ഫൗസീബ് അദ്ദേഹവും ഷഹീദായി. ثم اخذها جعفر فاصيب, പിന്നീട് പതാക എടുത്തിട്ടുള്ളത് ജഅഫറാണ്, അദ്ദേഹവും ഷഹീദായി. ثم اخذها عبد الله بن رواحه, പിന്നീട് പതാക എടുത്തിട്ടുള്ളത് അബ്ദുല്ലാഹ് ഇബ്നു റവാഹയാണ്, ഫാസീബ് അദ്ദേഹവും മരണപ്പെട്ടിരിക്കുന്നു. ഇത് പറയുന്ന സമയത്ത് വഇന്ന ഐനൈഹി ലതദ്രിഫാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണുകൾ, രണ്ട് കണ്ണിൽ നിന്നും വെള്ളമൊഴുകുകയാണ്, കണ്ണുനീർ വരികയാണ്. ثم اخذها خالد بن الوليد, പിന്നീട് പതാക എടുത്തിട്ടുള്ളത് ഖാലിദ് ഇബ്നു വലീദാൻ. മിൻ ഗൈരി ഇംറത്തിൻ ഫഫതഹ അല്ലാഹു അലൈഹി, മറ്റൊരാളും ഏൽപ്പിക്കാതെ തന്നെ മുസ്ലിമീങ്ങളുടെ പതാക എടുത്തിട്ടുള്ളത് ഖാലിദ് ഇബ്നു അൽ വലീദാൻ. എന്നിട്ട് അല്ലാഹു തആല ഖാലിദ് ഇബ്നുൽ വലീദിലൂടെ മുസ്ലിമീങ്ങൾക്ക് വിജയം നൽകി എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ വെച്ച് പറഞ്ഞിട്ടുള്ളത്. മുസ്ലിമീങ്ങൾക്ക് ഒരർത്ഥത്തിൽ നോക്കിയാൽ ഇത് വിജയം തന്നെയായിരുന്നു. ഖാലിദ് ഇബ്നുൽ വലീദ് പിന്നെ യുദ്ധത്തിന്റെ തന്ത്രമാകെ മാറ്റി. മുസ്ലിം സൈന്യത്തെ ഒരു ഭാഗത്ത് ഉണ്ടായിരുന്ന ആളുകളെ മറ്റു ഭാഗത്തുണ്ടായിരുന്ന ആളുകളെ വേറെ ഭാഗത്തേക്കും മാറ്റി. അങ്ങനെ മുശ്രിക്കീങ്ങൾ വിചാരിച്ചത് മുസ്ലിമീങ്ങൾക്ക് മദീനയിൽ നിന്ന് സഹായം വന്നിട്ടുണ്ട് എന്നാണ്. അങ്ങനെ ഈ ഖാലിദ് ഇബ്നുൽ വലീദിന്റെ യുദ്ധതന്ത്രം അത് വിജയിക്കുകയും അങ്ങനെ പതിയെ പതിയെ മുസ്ലിമീങ്ങൾ പിന്നോട്ട് നീങ്ങുകയും, ഇത് കണ്ടപ്പോൾ മുശ്രിക്കീങ്ങൾ വിചാരിച്ചു മുസ്ലിമീങ്ങൾ പുതിയ എന്തോ ഒരു യുദ്ധതന്ത്രം പയറ്റുകയാണ് എന്ന് വിചാരിച്ചു മുശ്രിക്കീങ്ങളും അവരും പിന്നോട്ട് മാറി. അങ്ങനെ മുസ്ലിമീങ്ങൾക്ക് വിജയമാണ് ഈ യുദ്ധത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഖാലിദ് ഇബ്നുൽ വലീദ്, ഇമാം ബുഖാരി റിവായത്ത് ചെയ്യുന്ന ഹദീസുകളിൽ കാണാൻ സാധിക്കും, ഖാലിദ് ഇബ്നുൽ വലീദിന്റെ കയ്യിൽ നിന്ന് 9ഓളം വാളുകൾ അത് പൊട്ടിപ്പോയിട്ടുണ്ട്. 9 വാളുകൾ അത് പൊട്ടിപ്പോകണമെങ്കിൽ എത്രത്തോളം വരുന്ന പോരാട്ടമായിരിക്കും ആ യുദ്ധത്തിൽ നടന്നിട്ടുണ്ടാവുക എന്ന് ആലോചിച്ചു നോക്കിയാൽ മനസ്സിലാകുന്നതാണ്. അതേപോലെ ഇബ്നു ഇസ്ഹാഖ് അദ്ദേഹത്തിന്റെ റിവായത്തുകളിൽ കാണുന്നത് 12 ആളുകളാണ് മുസ്ലിമീങ്ങളുടെ ഭാഗത്തു നിന്ന് ഷഹീദായിട്ടുള്ളത്. എന്നാൽ മുശ്രിക്കീങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരുപാട് ആളുകൾ മരണപ്പെടുകയുണ്ടായി. അങ്ങനെ മുസ്ലിമീങ്ങൾക്ക് ഈ യുദ്ധത്തിൽ വമ്പിച്ച വിജയമാണ് ഉണ്ടായിട്ടുള്ളത്. ജഅഫർ ഇബ്നു അബി ത്വാലിബ് അദ്ദേഹത്തിന്റെ ഒരു സംഭവം, അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു സംഭവം ഹദീസുകളിൽ കാണാവുന്നത് ഇമാം അഹ്മദ് ഉദ്ധരിച്ച ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജഅഫർ ഇബ്നു അബി ത്വാലിബിന്റെ മരണവാർത്ത അറിയിച്ച സന്ദർഭത്തിൽ അവിടുന്ന് പറഞ്ഞു, ഇസ്നഉ ലി ആലി ജഅഫറിൻ തആമ, ജഅഫർ ഇബ്നു അബി ത്വാലിബ് അവരുടെ കുടുംബത്തിന് നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക. ഫഖദ് അതാഹും അംറുൻ യുശ്ഗിലുഹും ഔ അതാഹും മാ യുശ്ഗിലുഹും, അവർക്ക് അതിനൊന്നും സാധിക്കാത്ത, ഭക്ഷണമൊന്നും ഉണ്ടാക്കാൻ സാധിക്കാത്ത രൂപത്തിലുള്ള പ്രയാസമാണ് മുസ്ലിം ജഅഫർ ഇബ്നു അബി ത്വാലിബിന്റെ കുടുംബത്തിന് വന്നിട്ടുള്ളത്. ഈ ഹദീസ് നമ്മൾ മനസ്സിലാക്കേണ്ട ഹദീസാണ്. മരണപ്പെട്ട വീട്ടിൽ അവരല്ല ഭക്ഷണം നൽകേണ്ടത്, മറിച്ച് അവർക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയാണ് വേണ്ടത് എന്ന് നമുക്ക് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. ഇനി
അടുത്തതായി ഇതിൽ പറയുന്നത് ഫത്ഹ് മക്കയാണ്. ഇൻഷാ അല്ലാഹ് അത് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് വായിക്കാവുന്നതാണ്. മക്കൻ ഫത്ഹ്, മക്ക വിജയം, അതിനെക്കുറിച്ചാണ് ഇൻഷാ അല്ലാഹ് അടുത്ത വരികളിൽ പറയുന്നത്. അത് അടുത്ത ദിവസം അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാവുന്നതാണ്. വഹാദ വല്ലാഹു തആല അലം വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.